നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഞാൻ സുന്ദരമായ ഒരു ഈവനിംഗ് ആശംസിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഈ വൈകുന്നേരം 1 മണിക്കൂർ സഞ്ചരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഫോക്കസ് നമ്പർ 1 കടക്കുകയാണ്. നേരിൽ കണ്ട് തിരുത്താൻ CPM. പാർട്ടി നേതാക്കളും പ്രവർത്തകരും നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായിരിക്കുകയാണ്. CPM-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിൽ ചർച്ച തുടങ്ങാമെന്ന് ഈ ചർച്ചകളും അതിന്റെ തിരുത്തലുകളുമാണ് CPM-ൽ തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേട്ടുകൊണ്ടുള്ള ഒരു തിരുത്തലിനാണ് CPM ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷം കൊണ്ടല്ല. CPM മുസ്ലിം വിരുദ്ധ സമീപനമല്ല ഈ കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ എന്താണോ അത് ജനങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കുക എന്നതാണ് CPM ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗൃഹസന്ദർശന പരിപാടിയിലൂടെ CPM നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ച് ഒരു തിരിച്ചടി നേരിട്ട സാഹചര്യമുണ്ട്. അതിൽ നിന്ന് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രായോഗികമായ തന്ത്രങ്ങൾക്കാണ് CPM ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് ഒരിക്കൽ നടത്തി പരിചയമുള്ളതാണ്. അതിൽ നിന്ന് നേടാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് സാഹചര്യത്തിലാണ് സന്ദർശന ജനങ്ങളോട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഈ പരിശീലിക്കുന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കുള്ള പ്രധാന കാരണമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിലെല്ലാം ഇതാണ് ഉയർന്നു കേട്ടത്. താഴെത്തട്ടിൽ ഇങ്ങനെ ഉയർന്നു കേട്ടെങ്കിലും അത് പുറമേക്ക് സമ്മതിക്കാൻ CPM തയ്യാറായിട്ടില്ല. ഇപ്പോൾ താഴെത്തട്ടിൽ നിന്ന് സമാഹരിച്ച എന്തുകൊണ്ട് തോറ്റു എന്നത് സംബന്ധിച്ചുള്ള പഠനത്തിലാണ്. അതിൽ നിന്ന് ഉൾക്കൊണ്ട തിരുത്തൽ പ്രക്രിയയിലേക്കാണ് ഇപ്പോൾ CPM കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീടുകളിലെത്തി അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ ആരെയും വിടില്ല എന്ന തരത്തിൽ അങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. LDF സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് CPM-ന്റെ ഭവന സന്ദർശനം എന്നതാണ് പൊതുവെ പറയുന്നത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി മറ്റ് നേതാക്കൾക്കൊപ്പം തിരുവനന്തപുരത്ത് ഈ പരിപാടികൾക്ക് ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് നല്ല മതിപ്പുണ്ട് എന്നതാണ് ഭവന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് MA ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഏറ്റവും പ്രധാനം മനുഷ്യന് സമാധാന ജീവിതം നയിക്കാൻ കഴിയുക എന്നതാണ്. അങ്ങനെ ഒരു സമാധാന ജീവിതം നയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലം, ഒരു ദ്വീപ് പോലെയാണ് കേരളം എന്നതാണ് MA ബേബി കേരളത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞത്. ഉത്തരേന്ത്യയിലുള്ള സുഹൃത്തുക്കൾ തങ്ങളുടെ റിട്ടയർഡ് ലൈഫ് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം MA ബേബി ചൂണ്ടിക്കാട്ടുന്നു. കലാപങ്ങളും വർഗീയ ലഹളകളും അസ്വസ്ഥതകളും ഒക്കെയാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളം എങ്ങനെ മാറി ഈ 10 കൊല്ലം എന്ന കാര്യം MA ബേബി ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിചാരിക്കാത്ത തരത്തിലുള്ള ചില തിരിച്ചടികൾ പാർട്ടിക്കുണ്ടായി. 14 ജില്ലാ പഞ്ചായത്തുള്ളതിൽ 7 ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. അപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ തുല്യമാണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് UDF-ന് ഒരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തി മനസ്സിലാക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ ഇത് നടക്കുകയാണ്. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതാണ് MA ബേബി പറഞ്ഞത്.
കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കള്ളന്മാരെന്ന തരത്തിൽ പാരഡി ഗാനം പ്രചരിപ്പിക്കുകയാണ് UDF എന്ന് അദ്ദേഹം പറയുന്നു. അതിന് കനകൊലു ഉൾപ്പെടെയുള്ളവരെയാണ് കുറ്റം പറയുന്നത്. എന്ത് വലിയ അസംബന്ധമാണ് നടക്കുന്നതെന്ന് MA ബേബി ചോദിക്കുന്നു. പാരഡി ഗാനമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ വെട്ടിച്ചുരുക്കിയ UDF സമീപനം ചില സ്ഥലങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് MA ബേബി ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം. അത് ഭവന സന്ദർശനത്തിൽ ആളുകൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി MA ബേബി കൂട്ടിച്ചേർത്തു. നമുക്കറിയാം എപ്പോഴാണ് ഈ സാഹചര്യം ഇങ്ങനെ നേരിൽ കണ്ട് ആളുകളോട് തെറ്റുതിരുത്തലിന് CPM തയ്യാറെടുക്കുന്ന സാഹചര്യം എന്ന് നോക്കിയാൽ നേരത്തെ ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയും സർക്കാർ അതിനു പിന്നാലെ സ്വീകരിച്ച നിലപാടും ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. അതിനെതിരായ പ്രക്ഷോഭവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് CPM നേതാക്കളും പ്രവർത്തകരും ഇതുപോലെ തന്നെ വീടുകളിലെത്തി എന്താണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്ന കാര്യം വിശദീകരിച്ചത്. തെറ്റ് ഏറ്റുപറയുന്ന തരത്തിൽ ഗൃഹസന്ദർശനം നടത്തിയാണ് ആ മുറിവ് CPM തിരുത്തിയത്. ഇതിന്റെ ഗുണം തുടർഭരണമായി CPMന് ലഭിക്കുന്ന സാഹചര്യം 2021 ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് CPM ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിലൂടെ വ്യക്തമായ സാഹചര്യത്തിലാണ്. എന്താണ് സാഹചര്യം എന്നത് ജനങ്ങളെ കണ്ട് നേരിട്ട് വിശദീകരിക്കാൻ ഇപ്പോൾ CPM തയ്യാറെടുത്തിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി തന്നെ അതിന് തുടക്കം കുറിച്ചിരിക്കുന്ന സാഹചര്യം. ഈ പ്രക്രിയ ഈ മാസം 22 വരെ സംസ്ഥാന വ്യാപകമായി നടക്കും. അതിന്റെ ഗുണഫലം CPM തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്തുക എന്നതാണ് ചെയ്യാനുള്ള കാര്യം. അതിനുള്ള ശരിയായ പ്രക്രിയകളാണ് എന്തായാലും ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഗൃഹപ്രവേശനം ഗുണം ചെയ്തിരുന്നു എന്ന വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മാതൃക അവർ പിന്തുടരുന്നത്. അത് മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം തന്നെ പിഴവ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യേക ജാഗ്രതയും ഇടതുപക്ഷത്തിന്റെ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം. എന്തായാലും പിഴവുകൾ ഏറ്റുപറഞ്ഞും സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും പ്രചരിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെയും ഗൃഹസന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇതിലൂടെ മൂന്നാം പിണറായി സർക്കാർ എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിന്റെ ഫലം അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളുടെ ഫലം എങ്ങനെയെന്നത് ജനങ്ങൾ എത്രമാത്രം സ്വീകരിച്ചു എന്നത് അറിയാൻ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും ചെയ്യാനുള്ളത് CPM ഭംഗിയായി ചെയ്യുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും ജയിലിലേക്ക് പോയിരിക്കുകയാണ്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെയാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി വീണ്ടും മാവേലിക്കര ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. അങ്ങനെ നോക്കുമ്പോൾ രാഹുലിന് നാളത്തെ ദിവസം വളരെ നിർണായകമാണ് എന്ന് പറയേണ്ടി വരും. അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാത്ത സാഹചര്യത്തിലാണ് ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി റിമാൻഡിൽ വിടുന്നത്. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ജയിലിലേക്ക് വിട്ടിരിക്കുന്നത്. ജഡ്ജിയുടെ വസതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം ഹാജരാക്കിയത്. റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ഇതിനു മുന്നോടിയായി രാഹുലിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദമായ വാദം നാളെ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാകും നടക്കുക. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് കോടതിയിൽ ഹാജരാവുക. ഇത് ഒരു കെട്ടിച്ചമച്ച കേസാണ്. ബലാത്സംഗം കുറ്റം നിലനിൽക്കില്ല. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. നാളെയും അത്തരം വാദങ്ങൾ തന്നെ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതേസമയം പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു. ഇവിടെ നടന്ന തെളിവെടുപ്പിൽ 2024 ഏപ്രിൽ 8 ഹോട്ടലിൽ എത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിജീവിതയുടെ പേരിലാണ് മുറിയെടുത്തത്. മുറി തിരിച്ചറിഞ്ഞ രാഹുൽ യുവതിക്കൊപ്പം ഇവിടെ 1 മണിക്കൂർ ചെലവിട്ടു എന്നത് പോലീസിനോട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ പീഡനത്തെക്കുറിച്ച് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. ഹോട്ടൽ രജിസ്റ്ററിൽ
രാഹുലിന്റെ പേര് രാഹുൽ BR എന്നാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂർ നെല്ലിമുകൾ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിൽ ഇന്ന് SIT പരിശോധന നടത്തി. 10 മിനിറ്റ് നീണ്ട പരിശോധനയ്ക്ക് ശേഷം SIT സംഘം മടങ്ങി. ലാപ്ടോപ്പിന് വേണ്ടിയുള്ള പരിശോധനയായിരുന്നു ഇത് എന്നാണ് സൂചന. പ്രതിഷേധം ഭയന്ന് SIT രാഹുലിന്റെ വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുവന്നില്ല. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിന്റെ പാസ്വേഡ് നൽകിയിരുന്നില്ല. അപ്പോൾ ഈ 3 ദിവസത്തെ കസ്റ്റഡിയിൽ നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനോടുണ്ടായിരുന്നു. പക്ഷേ അതിനോട് ശരിയായ രീതിയിലല്ല പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തുവെങ്കിലും അതിന്റെ പാസ്വേഡ് ഉൾപ്പെടെ നൽകിയില്ല. വിശദമായ പരിശോധനയ്ക്ക് സാധ്യമാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊന്ന് ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ രാഹുൽ തയ്യാറായിട്ടില്ല. അതിനുവേണ്ടിയുള്ള പരിശോധനയാണ് രാഹുലിന്റെ വീട്ടിൽ ഉൾപ്പെടെ SIT നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് കണ്ടെത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ അന്വേഷണ സംഘം നടത്തിയത് ഈ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചിട്ടില്ല അന്വേഷണ സംഘം. 3 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചിരുന്നു. 3 ദിവസത്തെ കസ്റ്റഡി കിട്ടി. ഇന്ന് ഹാജരാക്കി പിന്നീട് ജയിലിലേക്ക് അയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ ഇനി ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നടക്കും. ആദ്യത്തെ 2 കേസുകളിലും ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. മറ്റൊരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് തടഞ്ഞുള്ള നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ നാളത്തെ ദിവസം രാഹുലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതാവും രാഹുലിന്റെ ഉറ്റ സുഹൃത്തുമായ ഫെനി നൈനാൻ രംഗത്ത് വരുന്നത് കൂടി ഇന്ന് കണ്ടു. രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുൻപ് യുവതി ആവശ്യപ്പെട്ടുവെന്നാണ് ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വകാര്യമായി കാണണമെന്നും രാത്രിയിലായാലും കുഴപ്പമില്ല എന്നും അറിയിച്ചു. ഒരു 2, 3, 4 മണിക്കൂർ തനിക്ക് ലഭിക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചു എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫെനി നൈനാൻ പറയുന്നത്. പരാതിക്കാരിയുമായുള്ള വാട്സപ്പ് ചാറ്റ് എന്ന പേരിൽ സ്ക്രീൻഷോട്ടുകളും ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. 2024 ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ് എന്നതാണ് ഫെനി നൈനാൻ ഈ തെളിവുകൾ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഫെനി നൈനാനെതിരെ ഈ പരാതിയിൽ കൃത്യമായ സൂചനകളുണ്ടായിരുന്നു. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവിൽ ഫെനി നൈനാൻ ഇടപെട്ടിരുന്നു. 5000 രൂപ ആ രീതിയിൽ സമാഹരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2ാമത്തെ പരാതിയിലും ഫെനി നൈനാനെതിരെ ശക്തമായ ആരോപണമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഈ ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഫെനി നൈനാനാണ് എന്നതായിരുന്നു ആ പരാതിയിൽ പറഞ്ഞത്. 2 പരാതിയിലും കൃത്യമായ ഇടപെടൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഫെനി നൈനാൻ. ആ ഫെനി നൈനാനാണ് ഇപ്പോൾ യുവതിയുടെ ചാറ്റ് എന്ന രീതിയിൽ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അതിജീവിതയായതുകൊണ്ടാണ് പേരും അഡ്രസ്സും ഒന്നും പുറത്തുവിടാതെ ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നതാണ് ഫെനി നൈനാൻ പറയുന്നത്. ഈ രീതിയിലുള്ള 2 ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഫെനി നൈനാൻ്റേതായുള്ളത്. അതിൽ ആവർത്തിച്ച് താൻ ഒരു തരത്തിലും ഐഡന്റിറ്റി പുറത്തുവിട്ടിട്ടില്ല എന്ന ഒരു അവകാശവാദം ഫെനി നൈനാൻ നടത്തുന്നുണ്ട്. അതിന്റെ ആധികാരികത എന്ത് എന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തതയില്ല. അന്വേഷണം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ആ അന്വേഷണത്തിൽ ഫെനി നൈനാൻ ആർക്കു വേണ്ടിയാണോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വാദിച്ചത്, ആ വ്യക്തിക്ക് അനുകൂലമാകുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം കൈമാറേണ്ടത് അന്വേഷണ സംഘത്തിനാണ്. അത് ചെയ്തില്ല. മാധ്യമങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചു, മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തില്ല എന്നതാണ് ഫെനി നൈനാൻ പറയുന്നത്. മാധ്യമങ്ങളല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണോ ശരിയാണോ ഇത് നിശ്ചയിക്കേണ്ടത്, അത് അവർ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അന്വേഷണ സംഘത്തിനാണ് തെളിവുകൾ, തങ്ങൾക്ക് അനുകൂലമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കൈമാറേണ്ടത്. അത് ചെയ്തിട്ടില്ല. മാത്രവുമല്ല അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അതിജീവിതയെ അവഹേളിക്കുക, അപമാനിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിജീവിത ആയതുകൊണ്ട് തന്നെ പേരും അഡ്രസ്സും ഒന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് കുറച്ച് സൗകര്യമായിട്ടുണ്ട്. ആ രീതിയിൽ കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് നൽകാൻ പരാജയപ്പെട്ടാണ് ഫേസ്ബുക്കിൽ ഇടുന്നത് എന്നതാണ് ഫെനി നൈനാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും മറയ്ക്കാനൊന്നുമില്ലാത്തവർ എന്തിനാണ്
ഈ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറാത്തത്, ഫോൺ വിവരങ്ങൾ കൈമാറാത്തത്, അത് തുറന്നു നൽകാൻ പാസ്വേഡ് നൽകാത്തതെന്ന് അറിയില്ല. ലാപ്ടോപ്പിനെ കുറിച്ച് അന്വേഷണ സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് കൈമാറാത്തതെന്ന് അറിയില്ല. മറയ്ക്കാനൊന്നുമില്ല എന്ന് പറയുന്നവർ എന്തിന് ഈ ഒളിച്ചോട്ടം നടത്തുന്നു എന്നതിന് മറുപടിയില്ല. എന്തായാലും അന്വേഷണം ശരിയായ ദിശയിൽ നടക്കട്ടെ, ഇതിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ, തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയട്ടെ അന്വേഷണ സംഘത്തിന്. അടുത്ത ഫോക്കസിലേക്ക്. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറാണ് ഇക്കാര്യങ്ങൾ ദിവസങ്ങളോളം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തത്. ആ തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ കൂടുതൽ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരികയാണ് അനീഷ് കുമാർ. സോളാർ തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണന് കൂട്ട് സരിത S നായർ ആയിരുന്നുവെങ്കിൽ ഇവിടെ ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഉടമ ഹൈക്കോടതി അഭിഭാഷകയായ നിഷ പീറ്ററാണ്. നിഷയുടെ പേരിലാണ് NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ഉള്ളത്. ലൈസൻസ് രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സ്ഥാപനങ്ങൾ തന്റേതാണെന്ന് അഭിഭാഷകയായ നിഷ പീറ്റർ വ്യക്തമാക്കി. ബിജു രാധാകൃഷ്ണൻ തന്റെ ജീവനക്കാരനാണ് എന്നാണ് നിഷ പറയുന്നത്. ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണ് എന്നും നിഷ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരിച്ചു. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ തട്ടിപ്പ് നടന്ന സ്ഥാപനം നിഷ K പീറ്റർ എന്ന അഭിഭാഷകയുടേതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് NHF എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ K പീറ്റർ എന്നയാളുടെ പേരിലാണ്. സ്ഥാപനം തൻ്റേതെന്ന് നിഷ K പീറ്റർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. താനാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നതെന്നും അവർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. നേരത്തെ CSR ഇടപാടുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട പരാതിക്കാരും ഒരു അഭിഭാഷകയാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ ബിജുവിനെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. പണം നഷ്ടമായ ശേഷം തിരികെ ചോദിച്ചപ്പോൾ അഭിഭാഷക തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലും നേരത്തെ നടത്തിയിരുന്നു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഉയർന്ന റാങ്കിലുള്ള അഭിഭാഷകനാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ K പീറ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെട്ട അഡ്വക്കേറ്റ് നിഷ K പീറ്റർ ഹൈക്കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകയാണ്. ഒരുപാട് പ്രമാദപ്പെട്ട ഒരുപാട് കേസുകൾ, വലിയ കേസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ ഞങ്ങളായിട്ട് ആദ്യം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഒപ്പം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയായ മാർട്ടിനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുടെ കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു എന്നും ഈ കേസിലെ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. 3 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ പിന്നാലെ നടത്തും. അങ്ങനെ ഒരു സമയത്ത് നിഷ K പീറ്റർ ട്രൈബൂട്ട് ഹോട്ടലിൽ കടന്നു വരികയും നിഷയുടെ കൂടെ അന്ന് ഈ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ഉണ്ടായിരുന്നു. മാർട്ടിൻ അന്ന് ജാമ്യത്തിലിറക്കിയത് നിഷയായിരുന്നു. എന്നിട്ട് അതിനുശേഷം എന്നോട് കുറച്ച് കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് റിൻഷാദ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നമുക്ക് അതിൻ്റെ അതർ സ്റ്റെപ്പുകളായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു എന്ത് ചെയ്ത് ബിജു രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, പോണ്ടിച്ചേരി ഒപ്പം മധുര എന്നിവിടങ്ങളിലായി CSR സമ്മിറ്റുകൾ ബിജു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളും, അതായത് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ നടത്തുന്ന മാനേജ്മെൻറ്റുകളും നിരവധി ട്രസ്റ്റ് ഭാരവാഹികളും ഈ സമ്മിറ്റുകളിൽ പങ്കെടുത്തിരുന്നു. ഈ സമ്മിറ്റുകളിൽ പങ്കെടുത്ത പലർക്കും CSR ഫണ്ട് നൽകാമെന്ന പേരിൽ വാഗ്ദാനം ബിജു നൽകിയിരുന്നു. ഈ പേരിൽ പിന്നീട് ഒരുപാട് പണം നഷ്ടമായെന്ന വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് പ്രാഥമിക തലത്തിലുള്ള അന്വേഷണങ്ങൾ, രഹസ്യാന്വേഷണ വിഭാഗം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പരാതിക്കാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി DGPക്ക് കൈമാറുകയും സിറ്റി പോലീസിന് പിന്നീട് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്
പിന്നാലെയാണ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഇടപാടുകാർ പരാതി നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ FIR ഇട്ട് നിഷ കെ പീറ്ററിനും ബിജു രാധാകൃഷ്ണനുമെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാക്കിയ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലായിരുന്നു. പിന്നീട് ജയിൽ മോചിതനായ വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഒരു അഭിഭാഷകയുമായി ചേർന്ന് വീണ്ടും ഒരു വലിയ തട്ടിപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ അഭിഭാഷക തന്നെ നേരിട്ടെത്തി പറയുകയാണ് തൻ്റേതാണ് സ്ഥാപനങ്ങൾ എന്നത്. അവർ തന്നെ, ആ അഭിഭാഷക തന്നെ ആ തട്ടിപ്പുകാരന് സംരക്ഷകനായി മാറുന്നത് കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവർ രണ്ടും മാത്രമാണോ ഈ വലിയ തട്ടിപ്പിന് പിന്നിൽ, അതോ ഇവർക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടോ? എന്തായാലും പോലീസ് അന്വേഷണം ആ നിലയിലേക്ക് കൂടി പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും MS അനീഷ് കുമാർ, ഞങ്ങളുടെ പ്രതിനിധി, ദിവസങ്ങളെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഈ തട്ടിപ്പിന്റെ ബാക്കി വശങ്ങളും തേടിയുള്ള യാത്ര എന്തായാലും News 18 തുടരും. MS അനീഷ് കുമാർ തുടരും. അതിന്റെ ബാക്കി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ കൂടി പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ വിധിയെഴുതുകയാണ്. 7:30 മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് 5:30 വരെയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വോട്ടെടുപ്പ് പൂർണ്ണമാകും. ഇതുവരെ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായ റിപ്പോർട്ട് പോളിംഗ് സംബന്ധിച്ചുള്ളത് രാത്രിയോടെ ലഭ്യമാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയാണ് വോട്ടെണ്ണൽ നടക്കുക. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷനായ BMC ആര് ഭരിക്കുമെന്നറിയാൻ വലിയ ആകാംക്ഷയാണ് നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ആകാംക്ഷ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനെ സംബന്ധിച്ച് എന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 2869 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 15,931 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. ആകെ വോട്ടർമാരുടെ എണ്ണം 3.48 കോടി. ഭേദപ്പെട്ട പോളിംഗ് നടക്കുന്നുണ്ട് ഇതുവരെ. നമുക്കറിയാം, മുംബൈ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ 50% ഒക്കെ ഉള്ള പോളിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. അത്ര ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ബോളിവുഡ് താരങ്ങളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് കാണാമായിരുന്നു. പ്രമുഖ വ്യക്തികൾ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ചെത്താം. അപ്പോൾ സച്ചിനും ഭാര്യ അഞ്ജലിയും Last, I am trying for voting since 7:30. आप लोग पीछे कैसे आ जाओ इतना है चलते वायर देख हम सबको आना चाहिए और हो सके सारे के सारे आने चाहिए ताकि हम वोटिंग करके सही बंदा चुन सके. सो അപ്പോൾ സച്ചിനും അഞ്ജലിയും ഒപ്പം അക്ഷയ് കുമാറും ഹേമ മാലിനിയും ആമിറും ഷാരൂഖും ഒക്കെ വോട്ട് രേഖപ്പെടുത്തി അവർ മടങ്ങുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. നിതിൻ ഗഡ്കരി വോട്ട് രേഖപ്പെടുത്തി, മോഹൻ ഭാഗവത്, അങ്ങനെ എല്ലാ പ്രമുഖരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. മുംബൈ, പൂനെ, നാഗ്പൂർ, സോലാപൂർ, പിംപ്രി, ചിറ്റ്വാഡ്, കൊലാപൂർ, വസായ്, വിറ, കല്യാൺ, ഡോബ്ലി, അമരാവതി, താനെ, പർഭാൻ എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ ജനവിധി ഏറെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്
ഈ നടക്കുന്നത്. ഇതിൽ മുംബൈയിലെ ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് കടുത്ത മത്സരത്തിന് വേദിയാകുന്ന ഇടം. എന്താണ് BMCയുടെ പ്രത്യേകത എന്ന് നോക്കിയാൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷനാണ് BMC. ഏതാണ്ട് 75,000 കോടിയാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാർഷിക ബജറ്റ്. 2025-26 സാമ്പത്തിക വർഷത്തിലേക്കാണ് 74,427 കോടിയിലധികം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. BMC 2025 ഫെബ്രുവരി 4 പാസാക്കിയ കണക്കാണ് ഇത്. അപ്പോൾ രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെ ബജറ്റുകളേക്കാൾ വലുതാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബജറ്റ് എന്നത് നമുക്ക് കാണാം. അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാനത്തിന്റെ ബജറ്റ് എന്ന് പറയുന്നത് വെറും 28,142 കോടി രൂപയുടേതാണ്. ഹിമാചൽ പ്രദേശിന്റെ ബജറ്റ് ആണെങ്കിൽ വെറും 58,514 കോടിയുടേതാണ്. ഈ മഹാരാഷ്ട്രയുടെ തന്നെ അയൽ സംസ്ഥാനമായ ഗോവയുടേത് വെറും 28,162 കോടി രൂപയുടേതാണ്. ത്രിപുരയുടെയും സിക്കിമിന്റെയും ഒക്കെ ബജറ്റ് BMCയേക്കാൾ വളരെ ചെറുതാണ്. അതാണ് എത്രയോ ഇരട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ വലിയ കോർപ്പറേഷനുകളുടെ ബജറ്റും BMCയുടേതിനേക്കാൾ പിന്നിലാണ്. ഡൽഹി, രാജ്യ തലസ്ഥാനമായ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് നോക്കിയാൽ വെറും 16,530 കോടിയുടെ ബജറ്റാണ് ഡൽഹിക്കുള്ളത്. IT ഹബ്ബായ ബംഗളൂരു കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ വെറും 19,930 കോടി രൂപയുടെ ബജറ്റാണ്. അവിടെയാണ് BMCക്ക് 75,000 കോടി രൂപയുടെ ബജറ്റ് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലുതാണ്, എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാണ് BMC പിടിക്കാനുള്ളത്. 3 വർഷമായി ഭരണസമിതി ഇല്ലാതെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ തുടരുകയായിരുന്നു BMC. 2017 അവസാന തെരഞ്ഞെടുപ്പ് നടന്നത്. 2022 OBC സംവരണ തർക്കത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത്. തുടർന്ന് കമ്മീഷണർ ഭരണത്തിലായിരുന്നു നഗരസഭകൾ. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2017 227 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശിവസേന 84 സീറ്റുകളിലും BJP 82 സീറ്റുകളിലും കോൺഗ്രസ് 31 സീറ്റുകളിലും NCP 9 സീറ്റുകളിലും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന 7 സീറ്റുകളിലുമാണ് വിജയിച്ചിരുന്നത്. 8 വർഷം പിന്നിടുമ്പോൾ ശിവസേനയും NCPയും പിളരുകയും പുതിയ മുന്നണികൾ രൂപപ്പെടുകയും ചെയ്തു. ശിവസേനയിലെ പിളർപ്പിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്. ചരിത്രത്തിലാദ്യമായി ഉദ്ധവ് പക്ഷ ശിവസേനയും BJPയും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുള്ളത്. 2 പതിറ്റാണ്ടിന് ശേഷം താക്കറെ സഹോദരന്മാരായ ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ തലവൻ രാജ് താക്കറെയും കൈകോർത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇന്ന് നടന്നത്. NCP അജിത് പവാർ, NCP ശരത് പവാർ, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളും മത്സര രംഗത്ത് ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. 1/4 നൂറ്റാണ്ടായി മുംബൈയുടെ ഭരണം കൈയാളിയ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. രാജ് താക്കറെയുടെ MNSഉം ശരത് പവാർ പക്ഷ NCPയുമായി ചേർന്നാണ് ഉദ്ധവ് പക്ഷം ഇത്തവണ മത്സരിച്ചത്. ആ കൂട്ടുകെട്ടും വളരെ പ്രധാനമാണ്. കോൺഗ്രസ് തനിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. ശിവസേന ഏക്നാഥ് ഷിൻഡെ പക്ഷവും BJPയും സഖ്യത്തിൽ ജനവിധി തേടിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, പ്രചരണ വിഷയങ്ങളെന്ന് നോക്കിയാൽ മറാത്തി വാദം വളരെ ശക്തമായിരുന്നു. മഹാവികാസ് അഘാഡി ജയിച്ചാൽ മുസ്ലിം മേയറാകും ഉണ്ടാകുക എന്നതായിരുന്നു മഹായുതിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രചരണം. ഇതിന് മറുപടിയായി മറാത്തി മേയർ എന്നതാണ് ഉദ്ധവ് രാജ് കൂട്ടുകെട്ടിന്റെ മുദ്രാവാക്യം. അവർ ആ വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചത്. ഇതിന് പകരമായി ഹിന്ദു മറാത്തി മേയർ എന്ന മുദ്രാവാക്യമാണ് തുടർന്ന് BJP ഉയർത്തിയത്. അതിൽ ഹിന്ദു വികാരം കൂടി അവർ ഉൾപ്പെടുത്തുന്നതാണ് പിന്നീട് കണ്ടത്. മറാത്തി വികാരം ആളിക്കത്തിച്ച് നേട്ടമുണ്ടാക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ശ്രമം നടന്നത്. മൺസൂണിലെ വെള്ളക്കെട്ട് മുതൽ നഗരം നേരിടുന്ന ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ വിഷയങ്ങളായി മാറി. പ്രചരണ രംഗത്ത് നമ്മൾ പല സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് കണ്ടതുപോലെ തന്നെ സ്ത്രീ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശക്തമായ പ്രചരണം കൂടി നടന്നു. വീട്ടുജോലിക്കാർക്കും മത്സ്യവില്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കും ഏതാണ്ട് 1,500 രൂപയുടെ പ്രതിമാസ അലവൻസാണ് ഉദ്ധവ് താക്കറെ വിഭാഗം പ്രധാനമായും വാഗ്ദാനം ചെയ്തിരുന്നത്. അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് 700 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകൾക്ക് പ്രോപ്പർട്ടി ടാക്സ് ഇളവും പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീകൾക്ക് ബസ് ചാർജിൽ 50% ഇളവും സംരംഭം തുടങ്ങാൻ 5 ലക്ഷം വരെ ലോണുമായിരുന്നു മഹായുതിയുടെ വാഗ്ദാനം. എന്തായാലും തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം കള്ളവോട്ട് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ കൂടി ഉയർന്നു വന്നു. മാർക്കർ വെച്ച് അടയാളപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന വാക്പോരൊക്കെ നേതാക്കന്മാർ തമ്മിൽ നടക്കുന്നത് കാണാമായിരുന്നു. എന്തായാലും
അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ സമാധാനപൂർണ്ണമായിട്ട് വോട്ടെടുപ്പിന്റെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നാളെയാണ് വോട്ടെണ്ണൽ നടക്കുക. വളരെ വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് നമ്മൾ നാളെ കാക്കുന്നത്. ഒരു സംസ്ഥാന ഭരണത്തേക്കാൾ നീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടിക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉദ്ധവ് താക്കറെ വിഭാഗത്തെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ കൂടി ജയിച്ച് തുടർ ജയം ഉറപ്പിക്കലാണ് മഹായുതി ലക്ഷ്യം വെക്കുന്നത്. നാളെ വോട്ടെണ്ണൽ നടക്കും. ഉച്ചയോടെ ഫലമറിയാം. ഏത് നിമിഷവും ഏറ്റുമുട്ടലെന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ. ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കയേറ്റി ഇറാൻ പ്രഖ്യാപിച്ച വ്യോമനിരോധനം മണിക്കൂറുകൾക്കകം പിൻവലിച്ചതാണ് ഇപ്പോഴത്തെ ആശ്വാസം. പ്രക്ഷോഭകരെ വധിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് പറഞ്ഞ് ട്രംപും നിലപാട് നേരിയ തോതിൽ മയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ആശങ്ക വിട്ടൊഴിയുന്നില്ല. അമേരിക്കൻ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കയേറ്റിക്കൊണ്ടായിരുന്നു ഇറാൻ വ്യോമനിരോധനം പ്രഖ്യാപിച്ചത്. മണിക്കൂറുകൾക്കകം തന്നെ അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാന്റെ ആകാശത്ത് രാജ്യാന്തര ആഭ്യന്തര വിമാനങ്ങൾ വന്നു തുടങ്ങിയെന്നത് എയർ ട്രാഫിക് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ സമയം രാവിലെ 9 മണിയോടെയാണ് നോട്ടാം പിൻവലിച്ചത്. ഇറാനിൽ ഇടപെടാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെയാണ് വ്യോമ നിരോധനം പ്രഖ്യാപിച്ചിരുന്നത്. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്ന് സൈനികരെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയെന്ന് ഖത്തറും അമേരിക്കയും സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗ്രീസിലേക്ക് പോയതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നയിക്കുന്നവരെ വധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇറാൻ ഭരണകൂടം പിന്മാറിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നിലപാട് മയപ്പെടുത്തുന്നതാണ് പിന്നീട് കണ്ടത്. എന്നാൽ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അയത്തുള്ള അലി ഖമനേയി ഭരണം വീഴുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ഷാഹ് ഭരണത്തിന്റെ പതനത്തോടെ നാടുകടത്തപ്പെട്ട് പതിറ്റാണ്ടുകളായി പ്രവാസിയായി കഴിയുന്ന റൈസ് പഹ്ലാവിയെ പുകഴ്ത്തിയ ട്രംപ് പക്ഷേ റസയുടെ നേതൃശേഷിയിൽ ഇന്ന് സംശയം പ്രകടിപ്പിക്കുന്നതും കണ്ടു. നേതാവായി റസ വന്നാൽ അത് ഇറാൻ ജനത അംഗീകരിക്കുമോ എന്നതിൽ സംശയമുണ്ട് എന്നതാണ് ട്രംപ് ഇന്ന് പറഞ്ഞത്. We've been told that the killing in Iran is stopping, and it's stopped, and it's stopping. And there's no plan for executions or execution or executions. So I've been told that on good authority. We'll find out about it. I'm sure if it happens, we'll all be very upset, including you will be very upset. But that's just gotten to me, some information that the killing has stopped, that the executions have stopped. They're not going to have an execution. ഇറാന് നേരെ തിരിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ തന്നെ ഇറാനും ചില നീക്കുപോക്കുകൾക്ക് സന്നദ്ധമാകുന്നു. പ്രക്ഷോഭം നയിക്കുന്നവരെ തൂക്കിലേറ്റുമോ എന്ന ചോദ്യം പോലും ഉദിക്കുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് പ്രതികരിച്ചു. വധശിക്ഷ സംബന്ധിച്ച വാർത്തകൾ അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. വിദേശ രാജ്യങ്ങളുടെ വിമർശനങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാരെ തൂക്കിലേറ്റാനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് എന്ന സൂചന ഇറാൻ നൽകിയത്. My message is do not repeat the same mistake that you did in June. If you try a failed experience, you will get the same result. And the determination also cannot be bound. Now, Iran proved to be ready for negotiation, for diplomacy. We have proved that in the past 20 years, in 2015, in 2025, every time. But it was the US who always escaped from diplomacy, who cut the diplomacy and opted for war. My message is between war and diplomacy is a better way, although we don't have any positive experience from the United States, but still diplomacy is much better than war. അപ്പോൾ ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചന നൽകുമ്പോൾ തന്നെ ചർച്ചയ്ക്കുള്ള സാധ്യതയും സന്നദ്ധതയും കൂടി മുന്നോട്ട് വെക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അത് ഇറാനും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല
എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ട്രംപും അല്പം ഭയപ്പെട്ടിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വാക്കുകളിൽ നിന്ന് നമുക്കറിയാം. പക്ഷേ വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നുപോയിരിക്കുന്നത്. ഇപ്പോഴും ആ ആശങ്ക തുടരുന്നുണ്ട്. ഒപ്പം അയൽ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ആശങ്കയോടെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇറാനിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ഗൗരവത്തോടെ പരിഗണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ US സംഘർഷ ഭീതി ഉയരുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും വേഗം രാജ്യം വിടാൻ ഇറാനിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. ഇറാനിലേക്ക് യാത്ര ഒഴിവാക്കണമെന്നും ഇറാനിലുള്ളവർ പ്രതിഷേധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ എംബസിയുമായി ബന്ധം പുലർത്തണമെന്നും ഉള്ള നിർദ്ദേശങ്ങൾ നൽകിയതായാണ് റിപ്പോർട്ട്. ഇറ്റലി, സ്പെയിൻ, പോളണ്ട് എന്നീ രാജ്യങ്ങളും പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. തങ്ങളെ ആക്രമിച്ചാൽ US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി തിരിച്ചടിക്കുമെന്ന് അയൽ രാജ്യങ്ങൾക്ക് ഇറാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അയൽ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ആക്രമണ നീക്കത്തിൽ നിന്ന് അമേരിക്കയെ തടയാനാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. അയൽ രാജ്യങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുക എന്നതാണ് ഇറാൻ ആ ഭീഷണിയിലൂടെ ഉദ്ദേശിച്ചത്. സൈനിക നടപടിയിൽ നിന്ന് US-നെ പിന്തിരിപ്പിക്കാൻ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുമൊക്കെ വന്നിരുന്നു. എന്തായാലും അയൽ രാഷ്ട്രങ്ങളും വലിയ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്താണ് ഇറാനിലെ ഈ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ നയിച്ച സാഹചര്യമെന്ന് നമ്മൾ പല ദിവസങ്ങളിലായി കണ്ടതാണ്. ഒരിക്കൽ കൂടി ആ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ പാശ്ചാത്യ ഉപരോധം മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇറാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത്. കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞു. അത് വലിയ പ്രതിസന്ധിയാണ് രാജ്യത്തുണ്ടാക്കിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസം നീണ്ട ഇസ്രയേൽ ആക്രമണം ഇറാന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡിസംബറിൽ നാണ്യപ്പെരുപ്പം 42.5% ഉയർന്നത്. ഭക്ഷണത്തിനും വീട്ടു സാധനങ്ങൾക്കുമൊക്കെ തീപിടിക്കുന്ന സാഹചര്യമുണ്ടായി. വിലക്കയറ്റത്തിന് ഇത് വഴിവെച്ചു. സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടായി. ഇതിനൊക്കെ എതിരെയാണ് ഏതാണ്ട് ഡിസംബർ അവസാനത്തോടുകൂടി കടകൾ അടച്ച വ്യാപാരികൾ ആദ്യം പ്രതിഷേധത്തിന് ഇറങ്ങിയത്. പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടരുകയായിരുന്നു. ടെഹ്റാനിൽ ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് ഇറാന്റെ 31 പ്രവിശ്യകളിലേക്കും വ്യാപിക്കുന്നതാണ് കണ്ടത്. പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്ന നയം ഇറാൻ സർക്കാർ സ്വീകരിച്ചതോടെ വിലക്കയറ്റത്തിനെതിരെ എന്ന പേരിൽ തുടങ്ങിയ ജനകീയ പ്രക്ഷോഭം ഖമനേയി വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി US രംഗത്തെത്തി. പ്രക്ഷോഭകാരികളെ നേരിട്ടാൽ സൈനിക നടപടി എന്ന ഭീഷണി അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെയാണ് ഇറാൻ സംഘർഷ ഭൂമിയായി മാറിയത്. ഈ പ്രക്ഷോഭകർക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണ്. അവർ ഏർപ്പെടുത്തിയ തീവ്രവാദികളാണ് എന്നതാണ് ഇറാന്റെ പക്ഷം. എന്തായാലും ഇറാനിയൻ സൈന്യവും പോലീസും നടത്തിയ നടപടികളിൽ 2600-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരംശം പോലും പുറത്തു വരുന്നുള്ളൂ എന്ന കാര്യമുണ്ട്. രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളും മറ്റും കടുത്ത ആശങ്കയാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. ഇന്റർനെറ്റിനും വാർത്താവിതരണ സംവിധാനങ്ങൾക്കുമൊക്കെ സമ്പൂർണ്ണ വിലക്ക് തുടരുന്നതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥ സാഹചര്യം എന്നത് പുറം ലോകത്തേക്ക് വരുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഇടപെട്ട് നടത്തുന്ന മധ്യസ്ഥ ചർച്ചകളിലാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. തുർക്കിയും സൗദിയുമൊക്കെ ഖത്തറുമൊക്കെ അത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം എല്ലാ രാഷ്ട്രങ്ങളെയും ബുദ്ധിമുട്ടിലേക്കേ നയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഒഴിഞ്ഞുപോകുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്നതായിരുന്നു നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. ശബരിമല ദ്വാരപാലക ശില്പപാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിൽ കട്ടിളപ്പാളി കടത്തിയ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയെ ജയിലിലെത്തിയാണ് SIT സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. വിജിലൻസ് കേസെടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. 36,24,000 രൂപയുടെ ക്രമക്കേട് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്ന് വിജിലൻസ്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർക്ക് നോട്ടീസ്. CPM പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപകിന്റെ ഹർജിയിലാണ് നടപടി. CPMന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. തിരുനാവായ നില
മഹോത്സവത്തിന് വേണ്ടി മണപ്പുറത്തും പുഴയിലും താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ ഉപാധികളോടെ അനുമതി നൽകി. നേരത്തെ കുംഭമേളയോടനുബന്ധിച്ച് ഭാരതപ്പുഴയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ നിർത്തിവെപ്പിച്ചിരുന്നു. വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിർമ്മാണത്തിന് ഉപാധികളോടെ അനുമതി നൽകിയത്. ഈ മാസം 18 മുതലാണ് തിരുനാവായ കുംഭമേളയ്ക്ക് സമാനമായ തരത്തിൽ മഹാമഹോത്സവം നടക്കുക. കാസർഗോഡ് കുമ്പള അരിക്കാടിയിലെ ടോൾ പ്ലാസയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്നലെയുണ്ടായ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നാണ് നടപടി. ടോൾ ബൂത്തിന് നേരെ ഉണ്ടായ അക്രമത്തിൽ കണ്ടാലറിയുന്ന 500-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെ ന്യായീകരിച്ച് CP ജയരാജൻ. വേതന വർധനവിനെ എതിർക്കുന്നത് തെറ്റായ നിലപാട്. ജയിലിലുള്ളത് പാവങ്ങളാണ്, പല കാരണങ്ങൾ കൊണ്ട് കുറ്റവാളികൾ ആയവർ. സർക്കാർ നടത്തിയത് കാലോചിതമായ പരിഷ്കാരം. തൊഴിലുറപ്പിന്റെയും ആശുമാരുടെയും വേതനം കൂട്ടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് EP ജയരാജൻ. KFC വായ്പാ തട്ടിപ്പിലെ FIR റദ്ദാക്കണമെന്ന PV അൻവറിന്റെ ഹർജിയിൽ പരാതിക്കാരനെ കക്ഷി ചേർത്ത് ഹൈക്കോടതി. വിജിലൻസ് എടുത്ത കേസിലെ പരാതിക്കാരനും കൊല്ലത്തെ വ്യവസായിയുമായ മുരുകേഷ് നരേന്ദ്രനെയാണ് കക്ഷിയാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പിലൂടെ 23.30 കോടി രൂപയുടെ നഷ്ടമുണ്ടായതാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസിൽ PV അൻവറും അൻവറിന്റെ ഡ്രൈവർ സിയാദും പ്രതികളാണ്. 5 പേർക്ക് പുതുജീവനേകി മരണത്തിലും തണലായി അയോന. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയ 17-കാരി അയോന മോൻസൺ ഇന്ന് രാവിലെയാണ് മരിച്ചത്. 2 വൃക്കകൾ, കരൾ, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. അയോനയുടെ വൃക്ക വിമാനമാർഗം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ആദ്യമായാണ് കൊമേഴ്സ്യൽ വിമാനത്തിൽ അവയവം ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നത്. പാലക്കാട് പട്ടാമ്പിയിൽ സ്ക്രാപ്പ് ഗോഡൌണിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൂമ്പൻകല്ലിലുള്ള സ്ക്രാപ്പ് ഗോഡൌണിൽ തീ ആളിപ്പടർന്നത്. പട്ടാമ്പി, കുളപ്പുള്ളി ഭാഗങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വാഹനങ്ങളും മറ്റും പൊളിക്കുന്ന കേന്ദ്രമായതിനാൽ ഇന്ധനം തീ പടരാൻ കാരണമായി. ഗുണ്ടാ നേതാവ് മരട് അനീഷ് കസ്റ്റഡിയിൽ. മുളവുകാട് പോലീസാണ് പിടികൂടിയത്. തമിഴ്നാട്ടിലെ സ്വർണ്ണക്കവർച്ച കേസിലാണ് കസ്റ്റഡി. ഈ കേസിൽ ഒളിവിലായിരുന്നു അനീഷ്. മറ്റൊരു പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴാണ് അനീഷിനെ പിടികൂടിയത്. ബീഹാറിൽ ആകെയുള്ള 6 MLA-മാരും JDU-വിൽ ചേർന്നേക്കും. മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഇവർ ചർച്ച നടത്തി. MLA-മാർ മറുകണ്ഠം ചാടിയാൽ 243 അംഗ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യമില്ലാതെയാകും. മകരസംക്രാന്തിയോടനുബന്ധിച്ച് PCC അധ്യക്ഷൻ രാജേഷ് റാം സംഘടിപ്പിച്ച ദഹി ചുര വിരുന്നിൽ MLA-മാർ പങ്കെടുത്തിരുന്നില്ല. വിജയ് ചിത്രം ജനനായകന് വലിയ തിരിച്ചടി. ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ എന്തിന് സുപ്രീം കോടതിയിലേക്ക് വന്നു എന്ന വിമർശനവും നിർമ്മാതാക്കൾ നേരിട്ടു. റിലീസ് വൈകിയാൽ സാമ്പത്തിക നഷ്ടം വർദ്ധിക്കുമെന്ന നിർമ്മാതാവിന്റെ ആശങ്ക കോടതി വകവെച്ചില്ല. നമ്മുടെ സായനയാത്രയിൽ നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. 2ാം ദിവസമായി ഇന്ന് 349 പോയിന്റുമായി കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. 347 പോയിന്റുമായി ആതിഥേയ ജില്ലയായ തൃശ്ശൂർ തൊട്ടടുത്ത് തന്നെയുണ്ട്. വേദി 1 സൂര്യകാന്തിയിൽ തിരുവാതിര മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്തു കാക്കണേ ഏകദന്ത ഗജാനന കരുണാകര ഗിരിജാകുമാരക ഏകദന്ത ഗജാനന കരുണാകര ഗിരിജാകുമാരക പാകമതായൊരു രീതിയൊടിഞ്ഞിൽ പാർവതി തനയാ തുണവേഗം വെൺകമലവാസേ പാഹി മാം മോഹനഗാത്രേ ഉണ്മയോടെ വേദി 1 നടക്കുന്ന
തിരുവാതിര മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വേദി 1 സൂര്യകാന്തിയാണ്. അവിടെയാണ് തിരുവാതിര മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പം കലോത്സവ വേദിയിൽ നിന്ന് ചേരുകയാണ്. നവമിക്കൊപ്പം ചില മത്സരാർത്ഥികൾ കൂടി ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അറബിക് ഗാനത്തിൽ എ ഗ്രേഡ് നേടിയവരുമൊക്കെ ചേരുന്നുണ്ട്. നവമി, തൃശ്ശൂർ ആതിഥേയത്വത്തിന് വലിയ പേരുകേട്ട ഇടം കൂടിയാണ്. ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത സ്കൂൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം, അന്നത്തെ സാഹചര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ്. തൃശ്ശൂരിൽ ഒരിക്കൽ കൂടി കലോത്സവം എത്തുമ്പോൾ എങ്ങനെയാണ് തൃശ്ശൂരുകാർ അതിനെ നെഞ്ചേറ്റുന്നത്? നവമിക്കൊപ്പമുള്ള മിടുക്കർ ആരൊക്കെയാണ്? അവരുടെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം. ഗുഡ് ഈവനിങ് രേണുക. രേണുകയ്ക്ക് തന്നെ അറിയാം തൃശ്ശൂരിൽ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴുള്ള അനുഭവം. അവരെങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം ഓരോ സദസ്സിലും എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകൂടിയാണല്ലോ രേണുക. അതിനൊരു മാറ്റവുമില്ല. എല്ലാ വേദികളും 25 വേദികളിലും നിറഞ്ഞ സദസ്സുകളിൽ തന്നെയാണ് ഓരോ മത്സരവും പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 1 സൂര്യകാന്തിയിലാണ്. അവിടെ ഇപ്പോൾ തിരുവാതിര മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ലൈവായി കണ്ടതുമാണ്. എന്നോടൊപ്പം മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ് അറബിക് ഗ്രൂപ്പ് സോങ്ങിലെ എ ഗ്രേഡ് നേടിയ കുട്ടികളാണ് എന്നോടൊപ്പം ഉള്ളത്. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? തൃശ്ശൂർക്കാർ തന്നെയാണല്ലേ? അപ്പൊ എ ഗ്രേഡ് കിട്ടിയ സന്തോഷം കുറച്ചധികം ഉണ്ട്. അതെ. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതുപോലെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റി. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? എങ്ങനെയുണ്ട് ആദ്യത്തെ അനുഭവം? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. നല്ല സന്തോഷമുണ്ട് പങ്കെടുക്കാൻ പറ്റിയതിനും പിന്നെ എ ഗ്രേഡ് കിട്ടിയതിനും വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ പെർഫോം ചെയ്ത ആ ഒരു സോങ് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടി ചെയ്യാലോ? അതെഴുതിയത് മുജീബ് റഹ്മാൻ എന്ന സാറാണ്. അതുപോലെ തന്നെ അത് സംഗീതം നിർവഹിച്ചത് അനീസ് മാഷാണ്. ഫലസ്തീനെ കുറിച്ചുള്ളൊരു അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഗാനാണ്. تحزن يا غزة سوف ننتصر بالعزة. لا تحزن يا غزة سوف ننتصر بالعزة. لا تبالي يا أبطال ليس سعيكم في الإبطال. نفدي حبنا من قلبنا جوا. نتمنى هيا في الرابية يا أهل القدس والزيتون أرض الوعد أرض فلسطين. هلوا كل العالم هياكم بالعون العليم. عليكم من عند الله عليكم من عند الله. لا تحزن يا غزة سوف ننتصر بالعزة. ഇത് മാത്രമല്ല മറ്റു ചില ഇനങ്ങളിലും മത്സരിക്കുന്ന കുട്ടികളുണ്ട്. ഏതൊക്കെയാണ്? ഇനി 18-ാം തീയതി ഉറുദു ഗ്രൂപ്പ് സോങ് ഉണ്ട്. നാളെ 15 ജില്ലയില് പിന്നെ 18-ാം തീയതി ഉറുദു ഗ്രൂപ്പ് സോങ്. അതിനെല്ലാം തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞു അല്ലേ? ഇനി അവസാന വട്ടം ഒരു പ്രാക്ടീസ് കൂടിയുണ്ട് ബാക്കി. എന്നാലും അടുത്ത വർഷവും ഇതേ ഇനത്തിൽ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ. അന്നും എ ഗ്രേഡ് സ്വന്തമാക്കട്ടെ എന്ന്. 10ാം ക്ലാസ്സുകാരാണ്. 9ാം ക്ലാസ് 2 പേരുണ്ട്. എന്നാലും കുഴപ്പമില്ല. പഠനത്തിനോടൊപ്പം തന്നെ നമ്മൾ കലയും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് രേണുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഇതുപോലെ നിരവധി കുട്ടികളുണ്ട് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ആയിട്ട് വരുന്നവര്. മറ്റ് ഇനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ടം മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാതിരയുണ്ട്, ഒപ്പന, അങ്ങനെ വിവിധ മിമിക്രി ഉൾപ്പെടെയുള്ള പല കലാരൂപങ്ങളും ഒക്കെ ഇവിടെ ഇനങ്ങളായിട്ട് മത്സരം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കാണ്. ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ നമ്മൾ പല ആവർത്തി കണ്ടതാണ്. ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കലയാണ് നടക്കുന്നത്. അത് മറ്റൊരു ചാനലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ലൈവായി നമുക്ക് ചിത്രം വരച്ച് നൽകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു.
അതെ, ഇത് കഴിഞ്ഞു പോയല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ സാറിന്റെ കുറച്ച് പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് റീൽസിലൊക്കെ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അത് വരച്ചു തുടങ്ങി തന്നെ അതില് കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിയത്. പോർട്രേറ്റ് ഒക്കെ വരയ്ക്കാറുണ്ട്, സ്ട്രേഞ്ചേഴ്സിന് വരച്ചു കൊടുക്കാറുണ്ട്. ഇതിനിടയിലാണ് ഈ പോലീസ് ജോലിക്കിടയിൽ എങ്ങനെ സമയം, ആ റിസ്ക് ആണ് എല്ലാവരും മനസ്സിലാക്കാനുള്ളത്. ഇത്രയും തിരക്കിട്ട ജീവിതത്തിനിടയിൽ ജോലിക്കിടയിൽ ഞാൻ എന്റെ ഉറക്കം കുറച്ചും പിന്നെ വേറെ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ എന്റെ ഇഷ്ടം ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ്. അപ്പോഴാണ് പിന്നെ അങ്ങനെ ഞാൻ വൈറലായത് കൊണ്ടാണ് എന്നെ ഇവിടെ തൃശ്ശൂർ സിറ്റി പോലീസ് ഈ ഒരു കലോത്സവ വേദിയിൽ ഡ്രഗ്സിന് എതിരെ ഒരു അവയർനെസ് എന്ന നിലയിൽ കാരിക്കേച്ചർ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു തീമിൽ കലയാണ് ലഹരി എന്ന തീമിൽ നമ്മൾ വന്നെത്തിയത്. അങ്ങനെ പിള്ളേർക്കും വരുന്ന വലിയ ആൾക്കാർക്കും ഒക്കെ വരച്ച് കാരിക്കേച്ചർ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വരച്ച് കൊടുക്കാറുണ്ട്. അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോഡ്സ് എഴുതി കൊടുക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കലോത്സവ ഓർമ്മകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. കലോത്സവത്തിന് ചിത്രരചനയ്ക്കൊക്കെ പങ്കെടുത്ത് സമ്മാനം മേടിച്ച ആള് തന്നെയായിരിക്കും അല്ലേ? സത്യം പറയാലോ, ഞാൻ ചിത്രരചന പഠിച്ചിട്ടില്ല, പക്ഷേ ഭയങ്കര കോൺഫിഡൻസിൽ എല്ലാ വർഷവും സ്കൂളിൽ പഠിക്കുമ്പോൾ പോവാറുണ്ട്. എനിക്ക് സമ്മാനമൊന്നും കിട്ടാറില്ല, കിട്ടിയവരിന്ന് എവിടെയാണെന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഒരിക്കലും ഭയങ്കര രസമായിട്ടുള്ളത് ഒരു 8ാം ക്ലാസ്സിൽ കാർഗിൽ യുദ്ധത്തിനെ കുറിച്ച് വരയ്ക്കാനായിരുന്നു. ഈ തീമിൽ വരയ്ക്കാൻ എനിക്കറിയില്ല, എനിക്ക് തോന്നണ ഞാൻ ചെയ്യല്. ഞാൻ ഒരു പീരങ്കിയും വരച്ചെടുക്കുന്ന 2 പട്ടാളക്കാര് നിറയെ പുകയും വരച്ച ആൾക്കാർ ഫുള്ള് ചിരിയായിരുന്നു. അത് ലൈഫിൽ മറക്കൂല. എല്ലാരും ആ ഒരു ഹ്യൂമർ സെൻസും കൂടി ഭയങ്കരമായിട്ട് അന്ന് സ്വീകരിച്ചു. എന്തായാലും അന്ന് കിട്ടാതെ പോയ അംഗീകാരം ഇന്ന് ഈ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ലഭിക്കുന്നു എന്നുള്ളതും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. രാമായണം തല തിരിച്ചെഴുതി, അനീഷ് എന്നാണ് ഉദ്യോഗസ്ഥന്റെ പേര്, തല തിരിച്ചെഴുതി കണ്ണാടി വെച്ച് നോക്കുമ്പോൾ അത് നമ്മളെ കൃത്യമായിട്ട് തന്നെ വായിക്കാൻ പറ്റുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു കല കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു ചാനൽ അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. എന്തായാലും വരും മണിക്കൂറിൽ അതും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. രേണുക, എന്തായാലും കലോത്സവം 2ാം ദിവസവും പൊടി പൊടിക്കുകയാണ്. ശരി, എന്തായാലും അവിടെ ഇങ്ങനെ പരിചയപ്പെടുന്ന ഓരോരുത്തരും ഓരോരോ അത്ഭുതങ്ങൾ തന്നെയാണ്. നവമി അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും ഇതുപോലെ വരും ദിവസങ്ങളിലും നവമി നമുക്കൊപ്പം ഉണ്ടാകും. കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ പങ്കിടാൻ വളരെ ഒപ്പത്തിനൊപ്പമുള്ള വലിയ ശക്തിയേറിയ വാശിയേറിയ മത്സരം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മത്സരിക്കുക എന്നതാണ്, അതിനപ്പുറം ഫലം എന്തോ ആയിക്കോട്ടെ, മത്സരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആ സ്പിരിറ്റിൽ തന്നെ എല്ലാവരും അതിനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.